പരാതി കൊടുത്തത് ഞങ്ങൾ കാരണമാണ് ഈ ടോള് നിർത്തിവെച്ചതെന്ന് പറയുന്നപ്പുറം ഇവിടെ ഒരു ജനാധിപത്യ കക്ഷി രാഷ്ട്രീയ ഭരണ സംവിധാനമുണ്ട്. ഈ ജനാധിപത്യ കക്ഷി രാഷ്ട്രീയ ഭരണ സംവിധാനത്തിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഒരാൾ പോലും ഇതിനെതിരെ പരാതിപ്പെടുകയോ അല്ലെങ്കിൽ ഇതിനെതിരെ ഒരു പ്രതിഷേധം പോലും നടത്താതിരിക്കുകയും ചെയ്തത്? നിങ്ങളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇനിയും ഈ ടോൾ പിരിവ് വേണമെങ്കിൽ ഇന്ന് തുടങ്ങാം. 13 വർഷമായി തുടരുന്ന ഈ ടോൾ പിരിവ് 1 മണിക്കൂർ പോലും നിയമപരമായിട്ട് നിർത്തിവെപ്പിച്ചിട്ടില്ല. ഇതാദ്യമായിട്ടാണ് നിർത്തിവെപ്പിക്കുന്നത്. ഇത് കേവലം ഒരു ചെറിയ പരാതിയുടെ പേരിൽ കളക്ടർക്ക് ഈ നടപടിയിലേക്ക് എത്താൻ ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണമല്ല നടക്കുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലത്തെ ജനാധിപത്യ കക്ഷി രാഷ്ട്രീയ ഭരണ സംവിധാനമുണ്ട്. ഇവിടെ പ്രാദേശിക ഭരണ സംവിധാനമുണ്ട്. അതിന് മേലെയായിട്ട് MLA ഉണ്ട്, MP ഉണ്ട്, കേന്ദ്രമന്ത്രിയുണ്ട്, മന്ത്രിമാരുണ്ട്. ഇവരാരും ഒരു പ്രസ്താവന പോലും മണിക്കൂറുകളോളം ഈ പറഞ്ഞ 5 ഇടങ്ങളിൽ കഴിഞ്ഞ ഒരുപാട് മാസങ്ങളായിട്ട് ഇങ്ങനെ ഗതാഗതം സ്തംഭിക്കുകയും ആളുകൾ വലയുകയും കഷ്ടപ്പെടുകയും ചെയ്തിട്ട് ഒരു പ്രസ്താവന ഇറക്കാൻ പോലും ഇവിടെയുള്ള യാതൊരു ജനപ്രതിനിധികളോ കക്ഷി രാഷ്ട്രീയ പാർട്ടികളോ ആരും തുനിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? ഇനി നാളെ ഈ ടോൾ പിരിവ് തുടങ്ങുകയാണെങ്കിൽ കളിയാക്കാനായിട്ട് കുറച്ച് പേര് വരും. ഒരു ദിവസമല്ലേ നിർത്തിവെപ്പിക്കാൻ സാധിച്ചുള്ളൂ. ഓക്കെ, കളിയാക്കൽ ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. അപ്പോൾ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ ഇത് തുടങ്ങുകയാണെങ്കിൽ ഇവിടെയുള്ള ജനപ്രതിനിധികളോ കക്ഷി രാഷ്ട്രീയ നേതാക്കളോ അല്ലെങ്കിൽ ഇവിടെ ഒരു കേന്ദ്രമന്ത്രി ഉണ്ടല്ലോ, കൊരട്ടിപ്പള്ളിയിൽ പോയിട്ട്, പള്ളിയുടെ അമ്പലത്തിൽ അവിടെ പോട്ടെ, കൊരട്ടിപ്പള്ളിയിൽ പോയിട്ട് അഴിഞ്ഞ് അവിടെ ഷോ കാണിച്ച കേന്ദ്രമന്ത്രി ഈ കൊരട്ടിയിൽ ഈ സിഗ്നൽ വഴിയല്ലേ പോയത്? ഇപ്പൊ മുരിങ്ങൂര് സിഗ്നൽ വഴിയല്ലേ പോയത്? ചെറങ്ങര സിഗ്നൽ വഴിയല്ലേ പോയത്? പേരാമ്പ്രാമ്പലൂർ സിഗ്നൽ വഴിയല്ലേ പോയത്? ഈ തൃശ്ശൂർ മണ്ഡലത്തിലെ കേന്ദ്രമന്ത്രിയല്ലേ? എന്തു ചെയ്യും? ജനങ്ങളെ വലയിപ്പിച്ച് മണിക്കൂറോളം ബ്ലോക്കിൽ കിടത്തി ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ സംവിധാനം ഇവിടെ നിലനിൽക്കുമ്പോൾ, ഇങ്ങനെ അശാസ്ത്രീയമായിട്ടുള്ള അടിപ്പാത നിർമ്മാണം നടക്കുമ്പോൾ, ഇങ്ങനെ ടോൾ പിരിവ് നടക്കുകയാണെങ്കിൽ, നാളെ ഇത് വീണ്ടും തുടങ്ങുകയാണെങ്കിൽ ഇവിടുത്തെ പോട്ടെ, ബാക്കി എല്ലാവരും പോട്ടെ, ഇത് കേന്ദ്ര സംവിധാനമാണെന്ന് പറഞ്ഞിട്ടാണ് ഇവിടുത്തെ പ്രാദേശിക കക്ഷി രാഷ്ട്രീയ നേതാക്കളും സംസ്ഥാന കക്ഷി രാഷ്ട്രീയ നേതാക്കളെല്ലാം ഇതിനെ വെച്ചൊഴിയുന്നത്. ഇവിടുത്തെ കേന്ദ്രമന്ത്രി അല്ലെങ്കിൽ ദേശീയ പാർട്ടികൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു പ്രസ്താവന പോലും ഇറക്കും ഈ ജനങ്ങളെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ പ്രശ്നത്തിന്റെ പേരിൽ നിന്ന് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇത്രയാണ്. കാരണം ഞങ്ങൾ ഈ നാട്ടുകാരാണ്. ഞങ്ങളിത് കഴിഞ്ഞ ഈ ഒരു ജനാധിപത്യ വിരുദ്ധ സംവിധാനം, നിയമലംഘനങ്ങൾ നടക്കുന്ന ഈ സംവിധാനം 13 വർഷമായിട്ട് ഇവിടെ യാതൊരു തടസ്സമില്ലാതെ തുടരുകയാണ്. ഇപ്പൊ ഒരു രാത്രി മാത്രമാണ് ഇത് സ്റ്റോപ്പായിരിക്കുന്നത്. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇത്ര മാത്രമാണ്.